ഭാഗ്യം ഒപ്പം നിന്നു, അല്ലെങ്കിൽ തലവര ഇതായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്നങ്ങനെ ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കേണ്ട ഒരാളാണ്. ജോയേട്ടാ, ഇപ്പോ വൈഫ് മേയറാവാൻ പോവാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയം ഇനിയിപ്പം സ്വാഭാവികമായിട്ടും കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. എങ്ങനെയാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ആയ മിനിമോൾ മേയർ ആവുമ്പം എന്താണ് ജോയിച്ചേട്ടന്റെ ഒരു പ്രതീക്ഷ? ഒരു 15 വർഷമായിട്ട് മിനിമോളെ കിട്ടാറില്ല. അത് ഈ മഹിളാ കോൺഗ്രസിൽ പ്രത്യേകിച്ച് വന്നതിന് ശേഷം ഒട്ടും കിട്ടുന്നില്ല. പിന്നെ വീട്ടിലെ കാര്യം അമ്മയും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. മൂത്താള് എന്താ പേരെന്താ? എങ്ങനെയാണ് അമ്മ ഒരു ജനപ്രതിനിധിയായിട്ട് ഇപ്പൊ മേയർ ആവാൻ പോവാണ്? എന്താണ് ഇപ്പൊ നിങ്ങളെ ജെൻസി ആളുകളാണല്ലോ, എന്താണ് പുതിയ മേയറോട് നിങ്ങൾ ജെൻസിക്കാർക്ക് പറയാനുള്ളത്? എല്ലാ ആശംസകളും. കൊച്ചി ഒരു വികസിത നഗരമാണല്ലോ, അപ്പോൾ ഇനിയും കൂടുതൽ ഡെവലപ്മെന്റ്സ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മ മേയറാകുമെന്ന് കരുതിയിരുന്നോ? അങ്ങനെ എല്ലാരും പറയായിരുന്നു, ആഗ്രഹമായിരുന്നു ഏറ്റവും കൂടുതൽ. അനുപമ LKG പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം മത്സരിക്കുന്നത്. അപ്പൊ അന്ന് തുടങ്ങി എന്തായാലും പൊളിക്കും ഉറപ്പാണ്. അമ്മച്ചി ഒന്നും ഇങ്ങോട്ട് കയറുന്നേ. അമ്മച്ചി മോള് മേയറൊക്കെ ആകും, സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് പോകുമ്പോ വിഷമം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം സർക്കാർ ജോലി കിട്ടി കളഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അവളുടെ ഇഷ്ടം ഇതാണ്, അവളുടെ ഭർത്താവിന്റെ ഇഷ്ടം ഇത്. അപ്പൊ പിന്നെ അതില് ഇപ്പൊ സന്തോഷമായി. അപ്പോ ദീപ്തി വർഗീസിനെ വിളിച്ചിരുന്നു. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു, എന്റെ സഹോദരിമാർക്ക് ആശംസകൾ കണ്ടിരുന്നോ? ഞങ്ങളെ എല്ലാ ലീഡേഴ്സിനും പോയി കണ്ടിരുന്നു. ദീപ്തി ഞങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഡെപ്യൂട്ടി മേയറും കൂടി ദീപ്തിയുടെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മീഡിയ ഉണ്ടാക്കുന്ന ഇതൊന്നുമല്ല, ഞങ്ങൾ തമ്മിലൊക്കെ നല്ല ബന്ധമാണ്. കേക്കൊക്കെ തന്നോ ദീപ്തി? തീർച്ചയായും കേക്കും വൈനും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും, അതായത് ഇതൊരു സെമി ഫൈനൽ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫൈനലിലേക്ക് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത്, ഞങ്ങളുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതുണ്ടാവും. അപ്പോൾ എല്ലാ ആശംസകളും പുതിയ മേയർക്ക് നേരെയാണ്.